ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമേ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് ഞാൻ നാട്ടിലെത്തിയവരും അറിഞ്ഞായിരുന്നല്ലോ ആദ്യത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ വോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അനിയനും ആദ്യം പോയിട്ടുണ്ട്, ഞാനും അമ്മയും ഇപ്പോഴാണ് പോകുന്നത് കേട്ടോ. പൊന്നും ഉണ്ട് കൂടെ. അങ്ങനെ ഞാനും അമ്മയും കൂടി ഓട്ടോയിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ മുഖം എന്താ വീർപ്പിച്ചിരിക്കണേന്ന് ചോദിച്ചപ്പോൾ അമ്മ ചിരിക്കുകയാണേ. പപ്പയുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിലായിരുന്നു വോട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വോട്ടൊക്കെ രേഖപ്പെടുത്തി പുറത്ത് വന്നതിന് ശേഷമാണ് എനിക്ക് അവിടെ ഫോണൊന്നും യൂസ് ചെയ്യരുതെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിലായിരുന്നു കേട്ടോ വോട്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാനും അമ്മയും പൊന്നും കൂടി പള്ളിയിലൊക്കെ പോകാനുള്ള പ്ലാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈരാറ്റുപേട്ട അരുവിത്ര ഉള്ള പള്ളിയിൽ പോവുകയാണ്. അരുവിത്ര വല്യച്ഛൻ്റെ പള്ളിയിൽ പോവുകയാണ്. അപ്പം സൈഡ് സീറ്റ് കിട്ടി, നല്ല പൊരിഞ്ഞ വെയിൽ. അമ്മയും പൊന്നും ബൈക്കിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈരാറ്റുപേട്ട ചെന്ന് ബസ് ഇറങ്ങി കേട്ടോ. ഈരാറ്റുപേട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ അജിലിപ്പെണ്ണിൻ്റെ നാടാണ് കേട്ടോ. അജിലിയോട് ഞാൻ പറഞ്ഞിരുന്നു വരുന്നുണ്ടെന്ന്, പക്ഷേ അവൾക്ക് ഇലക്ഷനും മറ്റ് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അവളെ കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി. സാരമില്ല, ഇനി എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് കാണാം. പൊന്നും ഉള്ളതുകൊണ്ട് ഇനി തൊട്ട് പൊന്നു കേട്ടോ ക്യാമറാമാൻ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പൊന്നുന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല പൊരി വെയിലത്ത് ബസ്സിറങ്ങി നടന്നു വന്നുകൊണ്ട് ദാഹിച്ചു. അപ്പം എന്തെങ്കിലും ഒരു കുടിക്കാമെന്ന് കരുതിയിരുന്നു. 2 ലൈം മേടിച്ചു. അമ്മയ്ക്ക് തണുപ്പായതുകൊണ്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 ലൈമും വാങ്ങി കുടിച്ച് ഞങ്ങൾ നേരെ അരുവിത്ര പള്ളിയിലേക്ക് എത്തി കേട്ടോ. ഇതാണ് അരുവിത്ര പള്ളി. അമ്മയ്ക്കിവിടെ നേർച്ച ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി വന്നതാണേ. നമ്മളിവിടെ ഒരു ചേട്ടൻ തിരിയും നേർച്ച രൂപങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് കരുതിയേ. അങ്ങനെ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ നേർച്ചയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു കേട്ടോ. അരുവിത്രപ്പള്ളി നല്ല വിളിച്ചാൽ വെളിപ്പുറത്തുള്ള വല്യച്ഛൻ്റെ പള്ളിയാണ് കേട്ടോ. ഈരാറ്റുപേട്ടക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് അജിലി, നീ വീഡിയോ കാണുവാണെങ്കിൽ കമൻറ്റ് ഇടുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് നേർച്ച രൂപങ്ങളൊക്കെ മേടിച്ച് പള്ളിയിലേക്ക് പോവാണ്. പള്ളിക്ക് അകത്തോട്ട് പ്രാർത്ഥിക്കാൻ പോകാൻ കേട്ടോ. തിരി മേടിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ നിലവിളക്കിൽ അമ്മ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊന്നും എണ്ണ ഒഴിച്ചു, ഞാനും എണ്ണ ഒഴിച്ചായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ എൻ്റെ ക്യാമറാമാൻ വിട്ടുപോയി. സാരമില്ല. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് ചെന്നപ്പം അവിടെ ഒരു കല്യാണം നടക്കുമായിരുന്നു. അതിൻ്റെ കുർബാന ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണ പെണ്ണിൻ്റെയും ചെക്കൻ്റെയൊക്കെ വണ്ടിയാണ്, പഴയ വിൻറ്റേജ് വണ്ടികളിൽ 2. അങ്ങനെ ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് പോരുവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇനി അടുത്ത നമ്മൾ തൊടുപുഴ മുതലക്കുടം പള്ളിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം പൊന്നുമായിരുന്നു സൈഡിലിരുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന കക്ഷി കേട്ടോ. അങ്ങനെ നമ്മൾ അരുവിത്ര പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഇനി മുതലക്കുടം പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് മലയിലൊരു പള്ളി കണ്ടു കേട്ടോ, മലയിലെ. അപ്പം പൊന്നും ആ മലയിലെ പള്ളിയൊക്കെ സൂം ചെയ്തെടുത്തു. ഇത് വഴി സൈഡിൽ കണ്ടൊരു പള്ളിയാണ് കേട്ടോ. നല്ല മനോഹരമായൊരു പള്ളിയായിരുന്നു.
അങ്ങനെ ഇത് നമ്മളെ ചള്ളവയലിലുള്ള പഴയകാല കെട്ടിടങ്ങളിലൊന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചള്ളവയലെത്തി. മുട്ടം ടൗണിലും എത്തിയിട്ടോ. ഇന്ന് ഇലക്ഷനായിട്ട് അതിൻ്റെ ഒക്കെ ഇങ്ങനെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആളുകളൊക്കെ ഞാൻ ചെന്നപ്പോൾ തിരക്ക് കുറവായിരുന്നു. ഇലക്ഷൻ്റെ ഒരു ചൂടും ചെറുക്കൊന്നും കണ്ടില്ല. ഇതാണ് കേട്ടോ നമ്മുടെ പഞ്ചായത്ത് ഓഫീസ്. ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ തൊടുപുഴയ്ക്ക് പോവുകയാണ് കേട്ടോ. ഇനി നമ്മുടെ തൊടുപുഴയാർ അതിലേ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന ലൈൻ കെട്ടിടത്തിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് കേട്ടോ വാടകയ്ക്ക്. പുഴയിലൊക്കെ വെള്ളം കുറവാണ്. കല്ലുകളും പാറകളൊക്കെ തെളിഞ്ഞു തുടങ്ങി കേട്ടോ. എന്നാലും വേനലിൽ നല്ല വെള്ളമുള്ള പുഴയാണ് കേട്ടോ. അപ്പം ഡാമിൻ്റെ ഒരു ഷട്ടർ എങ്ങാണ്ടേ തുറന്നിട്ടുള്ളൂ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡാമിൻ്റെ അതിലേ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തൊടുപുഴയ്ക്ക് പോയി തുണിക്കടയിൽ കയറി കേട്ടോ. 1-2 ഐറ്റംസ് വാങ്ങാൻ കയറിയതാണ്. ഇന്നർ വെയേഴ്സൊക്കെ വാങ്ങണമായിരുന്നു. പിന്നെ അമ്മയ്ക്കൊരു നൈറ്റി വാങ്ങി കൊടുത്തു കേട്ടോ. അമ്മയ്ക്ക് ഈ കളറും ഈ നൈറ്റിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അമ്മയ്ക്ക് ആ നൈറ്റി മേടിച്ച് കൊടുത്തേക്കാന്ന് വെച്ചു. അമ്മയ്ക്ക് ആ നൈറ്റി മേടിച്ച് കൊടുത്തിട്ടു. അപ്പം സൈസൊക്കെ വെച്ച് നോക്കിയപ്പോൾ പാകമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തുണിക്കടയിൽ നിന്നും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മുതലക്കുടം പള്ളിയിലെത്തി കേട്ടോ. ഇവിടെ ഇന്ന് കല്യാണ പാർട്ടിയുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കുരിശിൻ്റെ അടുത്ത് കത്തിക്കാൻ വേണ്ടി മെഴുകുതിരിയൊക്കെ മേടിച്ചു. പൊന്ന് അതൊക്കെ ആയിട്ട് മുന്നേ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടി പിന്നാലെ നടന്നു പോവാണ്. കൂടെ പൊന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പള്ളിയിൽ വരും കേട്ടോ. എനിക്കിവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല മനസ്സമാധാനം, സ്വസ്ഥത, നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടുവേ. അങ്ങനെ ഞങ്ങളവിടെ തിരിയൊക്കെ കത്തിച്ചിട്ട് പള്ളിയുടെ ഉള്ളിൽ കയറി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് 1-2 മോതിരമൊക്കെ മേടിച്ചായിരുന്നു. വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തേനും രാവിലെ പോയിട്ട് ഇപ്പോൾ സമയം ഏറെക്കുറെ വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി. എസ്റ്റേറ്റൊക്കെ ആയതുകൊണ്ട് നിറച്ച് പുല്ലൊക്കെ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അമ്മയ്ക്കതാ മടുത്തു കേട്ടോ. ഈ കയറ്റം കയറി വേണം വീട്ടിലേക്ക് എത്താനേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.